ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നു. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ പുതിയ അപ്ഡേറ്റ് വന്നു. 4000 ഹവേഴ്സ് വാച്ച് ടൈമും പ്ലസ് 1000 സബ്സ്ക്രൈബറും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യും. അല്ലെങ്കിൽ 10 മില്യൺ യൂട്യൂബ് ഷോർട്സ് വ്യൂസും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യും. ഈ കാര്യം എല്ലാവർക്കും വ്യക്തമായി. നേരം മറിച്ച് ഈ 90 ഡേയ്സിനുള്ളിൽ ഷോർട്ടിൽ 10 മില്യൺ വ്യൂസ് വരാതിരുന്നാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവും. അതുപോലെ തന്നെ ഇപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതാണോ ലോങ് വീഡിയോ ചെയ്യുന്നതാണോ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ എളുപ്പം? ഈ കാര്യത്തിനെ കുറിച്ച് പല ആൾക്കാർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ചാനൽ തുടങ്ങിയാലാണോ ഷോർട്സ് മോണിറ്റൈസ് ചെയ്യുക? അതുപോലെ തന്നെ 4000 ഹവേഴ്സ് ആയില്ലെങ്കിൽ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ചെയ്യുന്ന ചാനലുകൾ മോണിറ്റൈസ് ആകുമോ? ഇത്തരത്തിലുള്ള ഡൗട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ ഇപ്പോൾ ഈ അപ്ഡേഷൻ വന്നിട്ടുള്ള സകല ഡൗട്ടുകളും ഇന്ന് ക്ലിയർ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കും. അതായത് നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ അപ്ഡേറ്റിനെ കുറിച്ച് തന്നെ വ്യക്തമായിട്ട് പറയാം. അതായത് യൂട്യൂബിൽ ഇപ്പോൾ വന്നേക്കുന്നത് ഈ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും വാച്ച് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കുറച്ചിട്ടില്ല. നേരെ മറിച്ച് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി 2 ഓപ്ഷനുകൾ തന്നിരിക്കുകയാണ്. 2 ഓപ്ഷനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാണെങ്കിലും ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ചാനലാണെങ്കിലും ഈ 2 തരം ചാനലുകൾക്കും 2 ഓപ്ഷനാണ്. മുമ്പ് ഒരു ഓപ്ഷൻ ആയിരുന്നു. അതായത് 1000 സബ്സ്ക്രൈബർ ഉണ്ടാക്കുക, അതുപോലെ തന്നെ 4000 വാച്ച് ടൈം ഉണ്ടാക്കുക, 12 മാസത്തിനുള്ളിൽ ഉണ്ടാക്കുക. ഈ 12 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിൽ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ള ആ കാര്യത്തിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. നേരെ മറിച്ച് ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് നമുക്ക് 4000 വാച്ച് അവർ ആണോ അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബർ രണ്ടിനും വേണം. നേരെ മറിച്ച് ഷോർട്ട് വീഡിയോയിൽ 10 മില്യൺ വ്യൂസോ 90 ദിവസത്തിനുള്ളിൽ വരുന്നത്, ഇതിൽ ഏതാണോ ആദ്യത്തിൽ വരുന്നത്, അതായത് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ യൂട്യൂബ് ഷോർട്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോങ് വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ 4000 ഹവേഴ്സ് വാച്ച് ടൈം നമ്മുടെ ലോങ് വീഡിയോയിൽ നിന്ന് വന്നു, അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബറും വന്നു എന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ വാച്ച് ടൈം കൗണ്ട് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ വാച്ച് ടൈമിൽ കാണിക്കില്ല. നേരെ മറിച്ച് ഷോർട്ടിൽ നമുക്ക് 10 മില്യൺ വ്യൂസ് 90 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വന്നു എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമ്മുടെ ചാനൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഷോർട്ട് വീഡിയോ മാത്രമല്ല, നമ്മുടെ ഓൾ വീഡിയോസ്, നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഉണ്ടെങ്കിലും ഷോർട്ട് വീഡിയോ ഉണ്ടെങ്കിലും എല്ലാത്തിലും പരസ്യം വരും, എല്ലാത്തിൻ്റെ വരുമാനം നമുക്ക് ലഭിക്കും. അതായത് ഇപ്പോൾ 2 ഗേറ്റ് വേ ആണ് മോണിറ്റൈസേഷൻ എന്നുള്ള കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു ഡൗട്ടാണ്, 90 ദിവസത്തിനുള്ളിൽ തന്നെ ഈ 10 മില്യൺ വ്യൂസ് നമുക്ക് ഷോർട്ട് വീഡിയോയിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു ഉദാഹരണത്തിന് ഇന്നത്തെ ഡേറ്റിൽ നമ്മളൊരു വീഡിയോ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഇന്ന് 24-ാം തീയതിയാണ്. സെപ്റ്റംബർ 24-ാം തീയതി നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തു, നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്തു, ചാനൽ ക്രിയേറ്റ് ചെയ്തതും ഇന്ന് തന്നെയാണ് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ 24-ാം തീയതിക്ക് 1 മാസമാവും. അത് കഴിഞ്ഞാൽ നവംബർ 24-ാം തീയതിക്ക് 2-ാം മാസവും ഡിസംബർ 24-ാം തീയതിക്കുള്ളിൽ 3 മാസവും. ഈ 3 മാസം എന്ന് പറയുന്നതാണ് 90 ദിവസം. ഈ 90 ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ഷോർട്ട് വീഡിയോയിലും കൂടി നമുക്ക് 10 മില്യൺ വ്യൂസ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് അപ്പോൾ ഷോർട്ട് വീഡിയോക്ക് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നേരം മറിച്ച് അതോടുകൂടി ആ ചാനലിൻ്റെ ഗതി അവസാനിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. കണ്ടിന്യൂസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 90 ദിവസം എന്നാണ് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും 90 ഡേയ്സിനുള്ളിൽ തന്നെ 10 മില്യൺ വ്യൂസ് വരണമെന്ന് യൂട്യൂബ് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ, അതായത് ജനുവരിയിലാവാം, ഫെബ്രുവരിയിലാവാം, ഇപ്പം മാർച്ച് മാസം 24-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ തുടങ്ങിയ ചാനലിൽ 10 മില്യൺ വ്യൂസ് വന്നു എന്നുണ്ടെങ്കിൽ, അതായത് അപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ചാണ് കണക്കൂട്ടുള്ളൂ, അതിൻ്റെ ബാക്കിലേക്കുള്ള ആ വ്യൂസൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യില്ല. അതായത് ലാസ്റ്റ് 3 മന്ത് അല്ലെങ്കിൽ ലാസ്റ്റ് 90 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 24-ാം തീയതിക്കുള്ളിൽ തന്നെ മാർച്ച് 24-ാം തീയതി കണക്കൂട്ടും, ഫെബ്രുവരി 24-ാം തീയതി വരെ കണക്കൂട്ടും, അതുപോലെ തന്നെ ജനുവരി 24 കണക്കൂട്ടും, ഡിസംബർ 24. ഈ 3 മാസത്തിനുള്ളിൽ അതിൻ്റെ ബാക്കിലോട്ടുള്ള എല്ലാ വാച്ച് ടൈമും എല്ലാ വ്യൂസും യൂട്യൂബ് കൗണ്ട് ചെയ്യില്ല.
അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ചാനലാണെങ്കിൽ ആ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ചാനലുകൾക്ക് ലാസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ ആ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അതിൽ 1000 സബ്സ്ക്രൈബർ ഉണ്ടായാൽ മതി. നേരെ മറിച്ച് രണ്ടാമതുള്ളൊരു ഡൗട്ടാണ്, ഷോർട്ട് വീഡിയോ ചാനൽ തുടങ്ങണോ അതോ ലോങ് വീഡിയോ ചാനൽ തുടങ്ങുന്നതാണോ നമ്മുടെ ചാനലിൽ, അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പം? ഇതിന് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് നമുക്കറിയേണ്ട മറ്റൊരു കാര്യമാണ്, അതായത് ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ചെയ്യുന്ന ഒരു ചാനല് നമുക്ക് ഷോർട്ട് വീഡിയോയുടെ മോണിറ്റൈസേഷനിലൂടെ മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ അതിൽ ലോങ് വീഡിയോയിലും നമുക്ക് പരസ്യം വരുമെന്നുള്ള കാര്യം ഇത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. അതായത് നമ്മൾ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും മിക്സ് ആയിട്ട് ചെയ്യുന്ന ഒരു ചാനലാണെങ്കിൽ ആ ചാനൽ ഏതാണോ ഫസ്റ്റ് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവർ 12 മാസത്തിനുള്ളിൽ ആവുകയാണോ ആദ്യം, അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ തന്നെ, ലാസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ തന്നെ 10 മില്യൺ വ്യൂസ് യൂട്യൂബ് ഷോർട്സിലാണോ വരുന്നത്, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവും. അങ്ങനെ മോണിറ്റൈസ് ആയാൽ തന്നെ നമ്മുടെ രണ്ട് വീഡിയോയിലും, ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും നമുക്ക് കൂടുതലായിട്ടുള്ള ആഡ്സ് വരും, അതിലൂടെയുള്ള റവന്യൂവും ലഭിക്കും. ഇനി നമുക്ക് അറിയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള കാലത്ത് നമുക്ക് ഷോർട്ട് വീഡിയോ ചെയ്യുന്നതാണോ, അതായത് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ചാനൽ തുടങ്ങുന്നതാണോ, അല്ലെങ്കിൽ ലോങ് വീഡിയോയുടെ ഒപ്പം തന്നെ മിക്സ് ചെയ്ത് ചെയ്യുന്നതാണോ നമ്മുടെ ചാനലിൽ രക്ഷപ്പെടാൻ വേണ്ടി കൂടുതൽ നല്ലത് എന്നുള്ള കാര്യമാണ്. ഇതും പലർക്കുള്ള ഒരു ഡൗട്ടാണ്. അതായത് നിങ്ങളൊരു തുടക്കത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണെങ്കിൽ ആ ചാനലിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയാണ്, ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ ചാനലാണെങ്കിൽ ആ ചാനലിൽ ഷോർട്ട് വീഡിയോ മാത്രം ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നേരെ മറിച്ച് നിങ്ങൾ ലോങ് വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ചാനലാണ്, അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ഒരു ചാനലാണെങ്കിൽ അതിൽ മിക്സ് ആയിട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയും ചെയ്തിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, അതായത് ആഴ്ചയിൽ 7 ദിവസമാണുള്ളത്, 7 ദിവസത്തിൽ നമുക്ക് 3 ദിവസമാണ് നമുക്ക് ലോങ് വീഡിയോയെ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 3 ദിവസം നമ്മൾ കറക്റ്റ് ടൈമിന് നമ്മുടെ കണ്ടന്റിലുള്ള ആ ലോങ് വീഡിയോകൾ പബ്ലിഷ് ചെയ്യുക. ബാക്കി 4 ദിവസമാണ് ഒരാഴ്ചയിലുള്ളത്. ആ 4 ദിവസം അതേ കണ്ടന്റിൽ തന്നെ ആ ടൈമിനോട് അടുത്ത ടൈമിൽ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോകളും പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസൊക്കെ നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. 2 തരം ഓഡിയൻസിൻ്റെ അടുത്ത് എത്തുന്നത്, അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയാം. ആ 2 തരം ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള വീഡിയോ ഇടുക എന്നുള്ള കാര്യം, അതായത് കൺസിസ്റ്റൻസി എന്നുള്ള കാര്യം നമ്മൾ കട്ടാവുന്നില്ല. ഇതനുസരിച്ച് നമ്മുടെ ചാനലിൽ 2 തരം ഓഡിയൻസ് നമുക്ക് വർദ്ധിച്ച് ലഭിക്കും. അതായത് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ട് വീഡിയോ കാണുന്ന ഓഡിയൻസ് അല്ല ലോങ് വീഡിയോ കാണുന്നത്. അതായത് ഷോർട്ട് വീഡിയോയുടെ ഓഡിയൻസ് സെയിം കാറ്റഗറിയിലുള്ള വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഷോർട്ട് വീഡിയോയുടെ ഓഡിയൻസ് വേറെയാണ്, അതുപോലെ തന്നെ ലോങ് വീഡിയോയുടെ ഓഡിയൻസ് വേറെയാണ്. അതുകൊണ്ട് തന്നെ മിക്സ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അതിനും ഒരു റെഗുലാരിറ്റിയും വെക്കണം. അതിൻ്റെ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന വീഡിയോ 2 രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷോർട്ട് വീഡിയോ, അതായത് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഷോർട്ട് വീഡിയോ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ മാത്രം ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുന്ന ആൾക്കാരായിരിക്കും 90% ആൾക്കാരും. അവർക്ക് ചെറിയ വീഡിയോകൾ, 1 മിനിറ്റിൻ്റെ വീഡിയോകൾ കാണാനാണ് ഇഷ്ടം. അവർ ലോങ് വീഡിയോ കാണുമ്പോൾ എപ്പോഴും സ്കിപ്പ് ചെയ്ത് കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം അതുപോലെ തന്നെയാണ്. നമ്മൾ ഒരു ചാനലിൽ നിന്നാണ് 2 വീഡിയോസുകളും പബ്ലിഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ലോങ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക്, തലേ ദിവസം കാണുന്ന ആൾക്കാർക്കും ഒരാഴ്ചയായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ അയക്കും. അതുപോലെ തന്നെ ആ വീഡിയോ പബ്ലിഷ് ആകുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ചെല്ലും. നേരെ മറിച്ച് നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ്, ഷോർട്ട് വീഡിയോ മാത്രമാണ് കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, അത് ബ്രൗസ് ഫീച്ചറിലൂടെ അല്ല കാണുന്നത്, നമ്മൾ ഷോർട്ട് വീഡിയോയിലൂടെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും യൂട്യൂബ് നമ്മുടെ ലോങ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആ ഷോർട്ട് വീഡിയോ കാണുന്ന ആ സബ്സ്ക്രൈബറുടെ അടുത്തേക്ക് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ സബ്സ്ക്രൈബർ ഉണ്ടാക്കുന്ന ഒരു രീതി ഇപ്പോൾ നിലവിലില്ല. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും മിക്സ് ആയിട്ട് ചെയ്യാൻ. അപ്പോൾ ഈ കാര്യവും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള, ഒരു പുതിയ ചാനൽ തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളൊരു കണ്ടന്റിനെ ബേസ് ചെയ്യുക. ആ കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോകൾ സെപ്പറേറ്റ് ഒരു ചാനലിൽ തുടങ്ങുക. ലോങ് വീഡിയോ ആ വേറെ കണ്ടന്റിലാണെങ്കിൽ, രണ്ടും ഒരു കണ്ടന്റിലാണെങ്കിൽ നമുക്ക് രണ്ടും, ഞാനിപ്പോൾ ഇതിൽ നിന്ന്, അതായത് യൂട്യൂബ് ടിപ്സിൽ നിന്ന് ഞാനൊരു എക്സാമ്പിൾ പറയാം. യൂട്യൂബ് ടിപ്സിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ഓഡിയൻസ് വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങി. ആ ചാനൽ ഡെയിലി ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിലുള്ള ഏറ്റവും ലഘുവായിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം എടുത്ത് ആ ഒരു ഭാഗത്തിന് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓഡിയൻസ് വേറെ വരും. ആ ഓഡിയൻസ് എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോകൾ കാണും, അതിൽ വ്യൂസ് കൂടുകയും ചെയ്യും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെയിം കണ്ടന്റിനെ സെയിം ചാനലിൽ ഇടുന്നേക്കാൾ കൂടുതൽ ബെറ്റർ നിങ്ങൾ പുതിയ ചാനൽ തുടങ്ങിയിട്ട് ആ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഷോർട്ട് വീഡിയോ സെപ്പറേറ്റ് ഒരു ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ.
ഇനി നമുക്ക് 90 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവരും 10 മില്യൺ വ്യൂസ് ഉണ്ടാക്കണമെന്നല്ല യൂട്യൂബ് പറയുന്നത്. വാച്ച് ടൈം എവിടെയും കുറച്ചിട്ടില്ല. വാച്ച് ടൈം എത്രയാണ് കുറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. 90 ദിവസത്തിനുള്ളിൽ തന്നെ 10 മില്യൺ വ്യൂസ് ഉണ്ടാക്കണം എന്നല്ല, ലാസ്റ്റ് 90 ദിവസത്തിനുള്ളിലാണ് 10 മില്യൺ വ്യൂസ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് അതൊരു യൂട്യൂബ് ഷോർട്സിനെ അപേക്ഷിച്ച് അതൊരു വലിയൊരു മാനദണ്ഡമൊന്നുമല്ല, വലിയൊരു കാര്യമല്ല. നിങ്ങളത് സെപ്പറേറ്റ് ഒരു ചാനൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.